മോളെ ഇതൊക്കെ ചെയ്യാനല്ലേ ഞാനിവിടെ ഉള്ളത്. ഇതുവരെ ഇല്ലാത്തതുപോലെ ഇന്നെന്താ ഇവള് ജോലി ചെയ്യുന്നത്? സ്വന്തം വീട്ടിൽ അന്യരെ പോലെ ജീവിക്കുന്നതിലും ഭേദം പണിക്കാരെ പോലെ ജീവിക്കാന്ന് വിചാരിച്ച് പണിയെടുത്തോണ്ടിരിക്കുക പുഷ്പ. നമ്മള് രണ്ടുപേരേ ഉള്ളൂ, പിന്നെന്തിനാ ഇത്രയും ചോറുണ്ടാക്കിയത്? ഇവിടെ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മയമ്മയുടെ വീട്ടില് ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും വയറ് നിറയണമെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവണ്ടേ പുഷ്പ? അത് മാത്രമല്ല, എന്റെ ഭർത്താവ് പഞ്ചായത്ത് വോട്ടിന് വേണ്ടി കറങ്ങി കറങ്ങി ഒരു വഴിയായിരിക്കും. പാവം. ഈ അമ്മയുടെ മോളുടെ പ്രശ്നത്തിനിടയ്ക്ക് ഞാനാണല്ലോ കഷ്ടപ്പെടുന്ന. ദൈവമേ, ഒരാള് വാക്ക് കൊടുത്തു എന്ന് പറയുന്നു, ഒരാള് സ്നേഹം പ്രേമം എന്ന് പറയുന്നു. പകലില് ഭക്ഷണം കഴിക്കുന്ന നല്ലതാ, പക്ഷെ പകൽ സ്വപ്നം ഫലിക്കില്ല. ആവശ്യമില്ലാത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോ. ശരിയാ മോളെ, നാച്ചിരമ്മ പറഞ്ഞ പോലെ ചെയ്യാം. ഞാൻ ഒരിക്കലും നേരം പോക്കിനല്ല സ്നേഹിക്കുന്നത്, മറക്കാനായിട്ട്. ആത്മാർത്ഥമായ സ്നേഹം. ആ വ്യക്തി ഇല്ലാണ്ടായാലേ അതും ഇല്ലാണ്ടാവൂ. എന്നാലും ഞാൻ പോവും. മോളെ മോളെ അത് എടേ, നമ്മുടെ നാട്ടുരാജാവ് എഴുന്നള്ളി, വേഗം വാ. വരുന്നു, വേഗം തന്നെ വന്നേക്കാം. എന്താ മോള് ഇങ്ങോട്ട് വന്നേ? ബാലരാജന് മീൻകറി ഒത്തിരി ഇഷ്ടാ, അതാ കൊണ്ടുവന്നേ. അല്ലേലും എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ അല്ലേ? എന്തിനാ മോളെ ബുദ്ധിമുട്ടത്തെ? സാരമില്ല അച്ഛാ, ഈ ഒരു കാര്യം പോലും ചെയ്തില്ലെങ്കിൽ കല്യാണത്തിന് ശേഷം മരുമോൾ ഒരു പണി എടുത്തില്ല എന്ന് പറയും. ഈ ഒന്നിനെ കൊള്ളാത്തവരെ മോക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെ? അച്ഛനല്ലേ ജനിപ്പിച്ച? ജനിപ്പിച്ചതല്ല, ജനിച്ചു പോയതാ. ജനിച്ചു പോയെന്ന് വെച്ച് വിട്ടുകളയരുതായിരുന്നോ? അങ്ങനെ എങ്ങനെയാ മോളെ വിടാൻ പറ്റുക? അല്ലേ, ഞങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെയാ. അങ്ങനെ എങ്ങനെ വിട്ടുകളയാനാ? എന്നാലും ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം നല്ലോണം മനസ്സിലാക്കണമല്ലോ. എനിക്ക് ഇവന് കുട്ടിക്കാലം മുതലേ അറിയാം. എനിക്ക് എന്താണ് ഇഷ്ടം ഇഷ്ടമല്ലാത്തെന്ന് നന്നായിട്ട് ഇവനും അറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സീരിയലിൽ കാണുന്ന പോലെ അമ്മായിയമ്മ മരുമോള് പോരും ഉണ്ടാവില്ല. കണ്ടില്ലേ, എന്തെങ്കിലും നിങ്ങളുടെ കെട്ടിയോളിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിലെ പ്രസിഡന്റ് ഞാൻ. ബാലരാജ് എന്ന ഞാൻ ഈ നാടിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ബൂട്ട് കട്ട് പാന്റ് ഇട്ടോണ്ട്. എന്തുവാടാ തലവനായി കഴിയുമ്പോ പറയാനുള്ള പ്രതിജ്ഞ ഇപ്പൊ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്നാണെങ്കിലും പഠിക്കേണ്ടതല്ലേ. പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ കല്യാണല്ലേ? കല്യാണം കഴിക്കും. കല്യാണത്തിന് ശേഷം നമ്മുടെ ഹണിമൂണും അല്ലേ? നിനക്ക് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? എനിക്ക് ബൂട്ട് കട്ട് ഇട്ട് ഒരു കൊച്ചു ബാലരാജനെ വേണം. നിനക്കോ? എനിക്ക് നിന്നെ പോലെ സുന്ദരായ ഒരു മോള വേണം. അയ്യോ, പേരെന്താ വയ്ക്കുക? സുന്ദരി ലാവണ്യ. എങ്ങനെയുണ്ട് പേര്? എന്താടാ അടുത്തേക്ക് വരുന്നേ? മോള് വേണമെങ്കിൽ മോള് വേണമെങ്കിൽ ഇത്ര അടുത്തെങ്കിലും വരണ്ടേ? മഹാ നിക്ക്, മഹാ നിക്ക്, അവിടെ നിക്ക്, മഹാ നിക്ക്, അവിടെ നിക്കാണല്ലോ പറഞ്ഞത്. സാർ, നിങ്ങളെന്താ ഇവിടെ? എന്നെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ തുന്നിക്കൊണ്ടിരിക്കുക. സാറ് ബിസിയാണെന്ന് പറഞ്ഞാ മതി. സാർ ഇപ്പൊ ബിസിയാ? ആരാ സാർ? അദ്ദേഹം ഏത് ചേട്ടനാ? നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാരാ? അയാളെ ജയിപ്പിച്ചത് ഞാനല്ലേ? അദ്ദേഹത്തെ ജയിപ്പിച്ചത് നിങ്ങളാണോ? അദ്ദേഹത്തിന് മാത്രമല്ല, നേതാവിന് ഐഡിയ കൊടുത്തത് ഞാനാ. അതെയോ? അതിന് മമ്മൂട്ടി രാഷ്ട്രീയത്തിൽ വന്നില്ലല്ലോ സാറേ. മത്സരം വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ. നിങ്ങളും മമ്മൂട്ടി സാർ അത്രയും ക്ലോസ് ആണോ? ഡെയിലി ഒരു 3 തവണ സംസാരിക്കും. സാർ ഒന്ന് ഫോൺ ചെയ്ത് തരുമോ? ഞാൻ ഒരു ഹലോ മാത്രം പറയാം സാർ, പ്ലീസ്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു.
ശരി, അതൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം എന്നെ ജയിപ്പിക്ക്. മെജോറിറ്റിയിൽ ജയിക്കാൻ എന്ത് ചെയ്യണം സാർ? അങ്ങനെയാണെങ്കിൽ നീ ഡ്രോപ്പ് ചെയ്തോ. നാച്ചിയാറമ്മ യുനാനിമസ് ആയിട്ട് പ്രസിഡന്റ് ആവുമല്ലോ. ഞങ്ങൾക്കറിയാം, പോടാ. എടാ, ഏതവനാടാ അത്? ഞാനുണ്ടല്ലോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ നാട്ടിൽ നിന്റെ ബ്രാൻഡ് എങ്ങനെ പോയണ്ട. അതോ സാറ്, എങ്ങനെയെങ്കിലും എനിക്ക് പ്രസിഡന്റ് ആക്കണം. പ്രസിഡന്റ് ആവുന്നത് കടയിൽ പോയി അരി മേടിക്കുന്ന പോലെ അത്ര ഈസിയായ കാര്യമല്ല. കൃഷി ഇറക്കണം, വെള്ളം ഒഴിക്കണം, അതെല്ലാം വെട്ടിയെടുത്ത് ഒരു കെട്ട് കെട്ടി മില്ലിലേക്ക് കൊണ്ടുപോകണം. എത്രത്തോളം കഷ്ടപ്പെട്ടാലും കൃഷി ഇറക്കുന്നവന്റെ കയ്യിൽ ഒന്നും നിക്കത്തില്ല. അങ്ങനത്തെ സമയത്ത് നീ ഒരു പ്രസിഡന്റ് ആവണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് ഓർത്തോ. എനിക്ക് അത്ര ടൈമൊന്നുമില്ല സാർ. ഞാനൊക്കെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന ടൈപ്പാ. നിന്നെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയാ എന്നെ പോലത്തെ പീക്കേള് വരുന്നത്. ഈ നാട്ടിൽ വന്നത് തൊട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ നാട്ടില് ഭാര്യമാരെല്ലാം ഭർത്താവ് പറയുന്നതാ കേൾക്കുന്നത്. അപ്പൊ ഭർത്താക്കന്മാര് വെള്ളം പറയുന്നതാ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളാടി ഓട്ടുപിടി ഇതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്. മനസ്സിലായി സാർ. നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഫസ്റ്റ് ക്ലാസ് ചാരായം കൊടുക്കുന്നു, കുടിക്കുന്നു, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. വാ സാർ. എടാ ബാലരാജ, ഇത്രയും നാളിനോടകം നീ ഇന്നാടാ ഒരു നല്ല കാര്യം ചെയ്തേ. ഇനി പറ, ആർക്കിടും വോട്ട്? വേറെ ആർക്കാ? നാച്ചിയാരമ്മയ്ക്ക്. എന്റെ കള്ളു വാങ്ങിച്ചോടിച്ച് നീ ആ അമ്മയ്ക്ക് വോട്ടിടോ? ഞങ്ങളുടെ കാശ് വാങ്ങി ഞങ്ങൾക്ക് കള്ളു മേടിച്ചെന്ന് ഞങ്ങളുടെ വോട്ട് മേടിക്കാന്ന് വിചാരിച്ചാ നീ? ഈ ആടും കോഴികളൊക്കെ ഇവരുടെതാണോ? പ്ലാന് മുഴുവൻ കൊളാക്കിയല്ലോടാ. പോകാം. നാച്ചിയാരമ്മ വിജയിക്കട്ടെ, നാച്ചിയാരമ്മ വിജയിക്കട്ടെ, നാച്ചിയാരമ്മ വിജയിക്കട്ടെ, നാച്ചിയാരമ്മ വിജയിക്കട്ടെ. എന്റെ അടുത്ത് കള്ളു വാങ്ങിച്ചു കുടിച്ചിട്ട് അവർക്ക് വോട്ടിടുവാ. വെറുതെ നാട് നന്നാവാത്തത്. നിങ്ങളൊക്കെ കുടികാരണം തന്നെ ചാവുവടാ. ഫുൾ ഹാങ് ഓവർ ആണല്ലോടാ. എന്നാൽ ഈ നാട്ടുകാർ എന്താടാ ഇങ്ങനെ? നമ്മൾ ഒഴിച്ചെടുത്ത് കള്ളും കുടിച്ചിട്ട് വോട്ട് നാച്ചിയാറമ്മയ്ക്കാണെന്ന് പറഞ്ഞ് നടക്കണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജയിക്കുന്നത്? ആരാ നമുക്ക് വോട്ട് ചെയ്യാ? ഞാൻ വന്നത് അതിനു വേണ്ടിയല്ലേ. സാറെന്താ ഇവിടെ? രാത്രി ചാരായം ഡിസ്ട്രിബ്യൂഷൻ, രാവിലെ പാൽ ഡിസ്ട്രിബ്യൂഷനോ? എന്തുവാണോ തനിക്ക്? ഞാൻ പറയുന്നത് കേട്ട് എന്തിനാ ഇത്രയും ധൃതി കാണിക്കുന്നേ? നിന്റെ ബിഹേവിയർ ഒട്ടും ശരിയല്ലെന്നാ വേൾഡ് മുഴുവൻ സംസാരിക്കുന്ന അറിയോ? തന്റെ യുദ്ധം കാരണം ഇവിടുത്തെ വിലയെല്ലാം കൂടിയിരിക്കാം. ഇലക്ഷൻ നടത്തുന്ന പോലെ അത്രയ്ക്ക് പാടാ. ഇത് നോക്കിയേ, ഞാൻ പറയുന്നത് കേട്ട് യുദ്ധം നിർത്തിക്കോ. ഓക്കെ അല്ലേ? എന്റെ പൊന്നാര മോനല്ലേ? ഞാൻ പുറത്താണ്, പിന്നെ വിളിക്കാം. ആരാ സാറേ? റഷ്യൻ പ്രസിഡന്റാ, എന്റെ ഫ്രണ്ടാ. റഷ്യൻ പ്രസിഡന്റാ? മലയാളത്തിലല്ലേ സംസാരിച്ചേ? അയാൾക്കത് അറിയോ? അതായത് എന്റെ ഫോണിലൊരു ആപ്പ് ഉണ്ട്, അതിൽ മലയാളത്തിൽ സംസാരിച്ച അയാൾക്ക് റഷ്യനിൽ കേൾക്കും. അപ്പൊ അങ്ങനെ റഷ്യനിൽ സംസാരിച്ച അതേപോലെ എനിക്ക് മലയാളത്തിൽ കേൾക്കും. അദ്ദേഹത്തിനും സെയിം ആപ്പ് തന്നെ ഉണ്ട്. അതെന്ത് ആപ്പാ സാറേ? നോ ആപ്പ് എന്ന് ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ മദ്യം കൊടുത്താ വോട്ടിടുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവിടെ ഒരുത്തിന് ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ. ആക്ച്വലി വെള്ളം അടിക്കുന്നവരെ നല്ല ഓർമ്മയാ. വെള്ളമടി കൂടിക്കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ആ കാര്യം ഞാനിപ്പോ പാല് കൊടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാലും സാരമല്ല, തോൽവിയാണ് ജയത്തിന്റെ ആദ്യത്തെ പടി. ഞാൻ തോറ്റാലേ ഈ നാട് വിടേണ്ട അവസ്ഥ. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ബാലരാജ്. ഒരു രാഷ്ട്രീയ പാർട്ടി തീർച്ചയായും ജയിക്കണമെങ്കിൽ വോട്ടിന് മുമ്പ് പൈസ കൊടുക്കണം. മനസ്സിലായില്ല മോനെ. ഇപ്പൊ ഒരു പശു നമുക്ക് പാല് തരണമെങ്കിൽ നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കണം. അതേപോലെ ജനങ്ങൾ നമുക്ക് വോട്ടിടണമെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. തന്നാലും നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. എത്ര വേണം സാർ? നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ കാശ് കൊടുക്കണമെങ്കിൽ ഒരു 10 ലക്ഷം ആവും. 10 ലക്ഷോ? 10 ലാക്സോ? സാറേ, ആ 10 ലക്ഷം അല്ലാതെ വേറെ നിങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഉണ്ടല്ലോ. എന്താ സാർ അത്? പോയാ നാച്ചിയറമ്മയുടെ കാലി വീണ് തോറ്റെന്ന് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ സംഭവിക്കണ്ടെങ്കില് നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് വോട്ടിന് നോട്ട്. നോട്ട് കൊടുത്ത് വോട്ട് പിടി.